വെൽക്കം ടു സ്റ്റഡി വിൻ PSC 10th പ്രിലിംസ് എക്സാമിൻ്റെ പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻസും ആൻസേഴ്സുമാണ് ഇന്നത്തെ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇത് 2024 നടന്ന പരീക്ഷയുടെ ചോദ്യപേപ്പറാണ്. എല്ലാവരും നന്നായിട്ട് തന്നെ പഠിക്കുക. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിലിൻ്റെ ഇപ്പോഴത്തെ പ്രസിഡന്റ് ആര്? VP സാനു. VP സാനു. കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിലിൻ്റെ ഇപ്പോഴത്തെ പ്രസിഡന്റ് VP സാനു ആണ്. ചാന്ദ്രയാൻ 3 ലാൻഡറിലെ പേലോഡുകളിൽ ഉൾപ്പെടാത്തത് ഏത്? ഓപ്ഷൻ ബി ഷെയ്പ്പ്. ചാന്ദ്രയാൻ 3 ലാൻഡറിലെ പേലോഡുകളിൽ ഉൾപ്പെടാത്തത് ഷെയ്പ്പ്. 2021 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ആർക്ക്? ഓപ്ഷൻ സി P വത്സല. 2021 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് P വത്സലയ്ക്കാണ്. സേതുവിന് എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് 2022 M മുകുന്ദന് എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് 2018 MK സാനുവിന് എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് 2020 അപ്പോൾ അതും കൂടെ ഓർത്തു വയ്ക്കുക. പിന്നെ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള 2023, 24, 25 വർഷങ്ങളിലെ എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചവരെ ഒന്ന് പറയാം. 2023 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് SK വസന്തനാണ്. 2024 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് NS മാധവനാണ്. 2025 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് KG ശങ്കരപിള്ളയ്ക്കാണ്. ഒന്നുകൂടി പറയാം, 2023 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് SK വസന്തനാണ്. 2024 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് NS മാധവന്. 2025 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് KG ശങ്കരപിള്ളയ്ക്കാണ്. 1.25 കോടി മലയാളികൾ എന്ന ഗ്രന്ഥം രചിച്ചതാര്? ഓപ്ഷൻ ഡി EMS നമ്പൂതിരിപ്പാട്. 1.25 കോടി മലയാളികൾ എന്ന ഗ്രന്ഥം രചിച്ചതാരാണ്? EMS നമ്പൂതിരിപ്പാട്. 2022 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ച സേതുവിൻ്റെ കൃതികളിൽ പെടാത്തത് ഏത്? ഓപ്ഷൻ സി നിഴലുറങ്ങുന്ന വഴികൾ. ഇത് P വത്സലയുടെ നോവലാണ് കേട്ടോ. ഈ നിഴലുറങ്ങുന്ന വഴികൾ P വത്സലയുടെ നോവലാണ്. 2022 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ച സേതുവിൻ്റെ കൃതികളിൽ പെടാത്തത് നിഴലുറങ്ങുന്ന വഴികളാണ്. 2022 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ച സേതുവിൻ്റെ കൃതികളിൽ ഉൾപ്പെടുന്നവയാണ് പേടി സ്വപ്നങ്ങൾ, കൈമുദ്രകൾ, അടയാളങ്ങൾ. അപ്പോൾ അതും കൂടി ഓർത്ത് വെച്ചോണം കേട്ടോ, സേതുവിൻ്റെ കൃതികളിൽ ഉൾപ്പെടുന്നവ. ഇന്ത്യ ദേശീയ ബഹിരാകാശ ദിനമായി ആചരിക്കാൻ തീരുമാനിച്ച ദിവസം ഏത്? ഓപ്ഷൻ ബി ആഗസ്റ്റ് 23. ഇന്ത്യ ദേശീയ ബഹിരാകാശ ദിനമായി ആചരിക്കാൻ തീരുമാനിച്ച ദിവസം ഏതാണ്? ഓഗസ്റ്റ് 23. അപ്പോൾ ഇന്ത്യയുടെ ദേശീയ ബഹിരാകാശ ദിനം എന്നാണ്, ഓർത്ത് വെച്ചോണം, ഓഗസ്റ്റ് 23 കേട്ടോ. ഇന്ത്യയുടെ ദേശീയ ബഹിരാകാശ ദിനം ആഗസ്റ്റ് 23. വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആര്? ഓപ്ഷൻ ബി TK മാധവൻ. വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് TK മാധവൻ. വൈക്കം സത്യാഗ്രഹത്തോട് അനുഭാവം പ്രകടിപ്പിച്ച് സവർണജാഥ നയിച്ചത് മന്നത്ത് പത്മനാഭനാണ്. അതും കൂടി ഓർത്ത് വെച്ചോണേ. വൈക്കം സത്യാഗ്രഹത്തോട് അനുഭാവം പ്രകടിപ്പിച്ച് സവർണജാഥ നയിച്ചത് മന്നത്ത് പത്മനാഭനാണ്. അപ്പോൾ ഇവിടെ എന്താണ്? വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആരാണെന്ന് ഉത്തരം എന്താണ്? TK മാധവൻ. വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് TK മാധവനാണ്. കേരളത്തെ ഭ്രാന്താലയം എന്ന് വിളിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആര്? ഓപ്ഷൻ സി സ്വാമി വിവേകാനന്ദൻ. കേരളത്തെ ഭ്രാന്താലയം എന്ന് വിളിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് സ്വാമി വിവേകാനന്ദനാണ്. തിരുവിതാംകൂറിലെ രാജവാഴ്ചയുടെ അഴിമതികളെയും അനീതികളെയും വെളിച്ചത്ത് കൊണ്ടുവന്ന സ്വദേശാഭിമാനി പത്രത്തിൻ്റെ സ്ഥാപകൻ ആര്? ഓപ്ഷൻ ഡി വക്കം അബ്ദുൽ ഖാദർ മൗലവി. തിരുവിതാംകൂറിലെ രാജവാഴ്ചയുടെ അഴിമതികളെയും അനീതികളെയും വെളിച്ചത്ത് കൊണ്ടുവന്ന സ്വദേശാഭിമാനി പത്രത്തിൻ്റെ സ്ഥാപകനാരാണ്?
വക്കം അബ്ദുൽ ഖാദർ മൗലവി. കേരളത്തിലെ ആദ്യകാല സാമൂഹ്യ പരിഷ്കർത്താക്കളിൽ ഒരാളായിരുന്ന വൈകുണ്ഠസ്വാമികളുടെ പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതെല്ലാം? ഓപ്ഷന് 3 മാത്രം. മനുഷ്യത്വമാണ് മനുഷ്യന്റെ ജാതി എന്ന് പ്രഖ്യാപിച്ചു. ഇത് ശ്രീനാരായണ ഗുരുവാണ് കേട്ടോ ഇങ്ങനെ പ്രഖ്യാപിച്ചത്. മനുഷ്യത്വമാണ് മനുഷ്യന്റെ ജാതി എന്ന് പ്രഖ്യാപിച്ചത് ശ്രീനാരായണ ഗുരുവാണ്. ശ്രീനാരായണ ഗുരു. അപ്പോൾ എന്താണ്? കേരളത്തിലെ ആദ്യകാല സാമൂഹ്യ പരിഷ്കർത്താക്കളിൽ ഒരാളായിരുന്ന വൈകുണ്ഠസ്വാമികളുടെ പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതെല്ലാമാണ്? മനുഷ്യത്വമാണ് മനുഷ്യന്റെ ജാതി എന്ന് പ്രഖ്യാപിച്ചു. മനുഷ്യത്വമാണ് മനുഷ്യന്റെ ജാതി എന്ന് പ്രഖ്യാപിച്ചത് ശ്രീനാരായണ ഗുരുവാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിക്കേ, കേരളത്തിലെ ആദ്യകാല സാമൂഹ്യ പരിഷ്കർത്താക്കളിൽ ഒരാളായ വൈകുണ്ഠസ്വാമികളുടെ പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടുന്നവയൊന്ന് നോക്കാം. ഉൾപ്പെടുന്നവ: ബ്രിട്ടീഷ് ഭരണത്തെ വെണ്ണീജ ഭരണം എന്ന് വിളിച്ചു, പന്തിഭോജനം സംഘടിപ്പിച്ചു, സമത്വ സമാജം എന്ന സംഘടന സ്ഥാപിച്ചു. ഓർത്തു വെച്ചോണേ, വൈകുണ്ഠസ്വാമികളുടെ പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടുന്നവ: ബ്രിട്ടീഷ് ഭരണത്തെ വെണ്ണീജ ഭരണം എന്ന് വിളിച്ചു, സമപന്തിഭോജനം സംഘടിപ്പിച്ചു, സമത്വ സമാജം എന്ന സംഘടന സ്ഥാപിച്ചു. ഓക്കെ, പി.എസ്.സി എപ്പോഴും ചോദിക്കാറുണ്ട് ബ്രിട്ടീഷ് ഭരണത്തെ വെണ്ണീജ ഭരണം എന്ന് വിളിച്ചത് ആരാണെന്ന്, അതുപോലെ സമപന്തിഭോജനം സംഘടിപ്പിച്ചത് ആരാണെന്ന് ചോദിക്കാറുണ്ട്, സമത്വ സമാജം എന്ന സംഘടന സ്ഥാപിച്ചത് ആരാണെന്ന് ചോദിക്കാറുണ്ട്. ഇതെല്ലാം ആരാണ്? വൈകുണ്ഠസ്വാമിയാണ്. ഓക്കെ, ഉപദ്വീപീയ നദികളിൽ വെച്ച് ഏറ്റവും നീളം കൂടിയ നദി ഏത്? ഓപ്ഷൻ ഡി ഗോദാവരി. ഉപദ്വീപീയ നദികളിൽ വെച്ച് ഏറ്റവും നീളം കൂടിയ നദി ഗോദാവരി. പടിഞ്ഞാറൻ തീരസമതലവുമായി ബന്ധമില്ലാത്ത പ്രസ്താവനകൾ ഏവ? ഓപ്ഷൻ ബി 2 and 3. പടിഞ്ഞാറൻ തീരസമതലവുമായി ബന്ധമില്ലാത്ത പ്രസ്താവനകൾ: ഡെൽറ്റ രൂപീകരണം നടക്കുന്നു, താരതമ്യേന വീതി കൂടുതൽ. പടിഞ്ഞാറൻ തീരസമതലത്തിൽ ഡെൽറ്റ രൂപീകരണം നടക്കുന്നില്ല കേട്ടോ. അതുപോലെ വീതി കുറവാണ് കേട്ടോ, വീതി കുറവാണ്. പടിഞ്ഞാറൻ തീരസമതലത്തിൽ ഡെൽറ്റ രൂപീകരണം നടക്കുന്നില്ല, അതുപോലെ വീതി കുറവാണ്. ഓക്കെ, പടിഞ്ഞാറൻ തീരസമതലവുമായി ബന്ധമുള്ള പ്രസ്താവനകളാണ്: കായലുകളും അഴിമുഖങ്ങളും കാണപ്പെടുന്നു, അറബിക്കടലിനും പശ്ചിമഘട്ടത്തിനും ഇടയിൽ. പുറത്തു വെച്ചോണം, പടിഞ്ഞാറൻ തീരസമതലവുമായി ബന്ധമുള്ള പ്രസ്താവനകൾ: കായലുകളും അഴിമുഖങ്ങളും കാണപ്പെടുന്നു, അറബിക്കടലിനും പശ്ചിമഘട്ടത്തിനും ഇടയിലാണ്. ഇന്ത്യയിൽ റെയിൽ ഗതാഗതം ആരംഭിച്ച വർഷം? ഓപ്ഷൻ എ 1853. ബോംബെ മുതൽ താന വരെ ആയിരുന്നു കേട്ടോ. ഇന്ത്യയിൽ റെയിൽ ഗതാഗതം ആരംഭിച്ച വർഷം 1853. ബോംബെ മുതൽ താന വരെ ആയിരുന്നു. ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരി പാടം? ഓപ്ഷൻ ഡി ജാറിയ. ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരി പാടം ജാറിയ ആണ്. അതുപോലെ എന്താണ്? ലിഗ്നൈറ്റിന് പ്രസിദ്ധമായ സ്ഥലമാണ് കേട്ടോ. തമിഴ്നാട്ടിലെ നെയ്വേലി ലിഗ്നൈറ്റിന് പ്രസിദ്ധമായ സ്ഥലമാണ്. അതുപോലെ ഇന്ത്യയിലെ ആദ്യത്തെ എണ്ണപ്പാടമാണ് ഡിഗ്ബോയ്. ഇന്ത്യയിലെ ആദ്യത്തെ എണ്ണപ്പാടം അസമിലെ ഡിഗ്ബോയ് ആണ്. അതുപോലെ പെട്രോളിയം ഖനന മേഖലയാണ് മുംബൈ ഹൈ. പെട്രോളിയം ഖനന മേഖലയാണ് മുംബൈ ഹൈ. 1959 ജർമ്മൻ സാങ്കേതിക സഹായത്തോടെ ഇന്ത്യയിൽ സ്ഥാപിക്കപ്പെട്ട ഇരുമ്പുരുക്ക് ശാല? ഓപ്ഷൻ ബി ഹിന്ദുസ്ഥാൻ ലിമിറ്റഡ്, റൂർക്കേല. 1959 ജർമ്മൻ സാങ്കേതിക സഹായത്തോടെ ഇന്ത്യയിൽ സ്ഥാപിക്കപ്പെട്ട ഇരുമ്പുരുക്ക് ശാല ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ്, റൂർക്കേലയാണ്. അപ്പം ജർമ്മനിയുടെ എറും റൂർക്കേലയുടെ എറും വെച്ചങ്ങ് ഓർത്താൽ മതിയേ. അപ്പം ജർമ്മൻ എന്ന് കേൾക്കുമ്പോൾ തന്നെ റൂർക്കേല എന്നുള്ള ഒരു ഇത് മനസ്സിലോട്ട് വരണം കേട്ടോ. ജർമ്മൻ, റൂർക്കേല. ഓക്കെ, ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ് ഭിലായ് ഇരുമ്പുരുക്കുശാല റഷ്യയുടെ സഹായത്തോടെയാണ് ഇന്ത്യയിൽ സ്ഥാപിക്കപ്പെട്ടത് കേട്ടോ. റഷ്യയുടെ സഹായത്തോടെ ഭിലായ് ഇരുമ്പുരുക്ക് വ്യവസായശാല സ്ഥാപിക്കപ്പെട്ടത് റഷ്യയുടെ സഹായത്തോടെയാണ്. അതുപോലെ ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ് ദുർഗാപൂർ ബ്രിട്ടന്റെ സഹായത്തോടെയാണ് സ്ഥാപിക്കപ്പെട്ടത്.
ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ് ബൊക്കാറോ റഷ്യയുടെ സഹായത്തോടെയാണ് സ്ഥാപിക്കപ്പെട്ടത് കേട്ടോ. അപ്പോൾ അതും കൂടെ ഓർത്ത് വെച്ചോണേ. 1959 ജർമ്മൻ സാങ്കേതിക സഹായത്തോടെ ഇന്ത്യയിൽ സ്ഥാപിക്കപ്പെട്ട ഇരുമ്പുരുക്ക് ശാല ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ് റൂർക്കേല. അതുപോലെ ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ് ഭിലായ് ഇന്ത്യയിൽ സ്ഥാപിക്കപ്പെട്ടത് റഷ്യയുടെ സഹായത്തോടെയാണ്. ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ് ദുർഗാപൂർ ഇന്ത്യയിൽ സ്ഥാപിക്കപ്പെട്ടത് ബ്രിട്ടന്റെ സഹായത്തോടെയാണ്. ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ് ബൊക്കാറോ സ്ഥാപിക്കപ്പെട്ടത് റഷ്യയുടെ അതായത് ഓർത്ത് വയ്ക്കാൻ ചെറിയൊരു ക്ലൂ പറഞ്ഞുതരാം. ബൊക്കാറോയുടെ റായും റഷ്യയുടെ റായും വെച്ച് ഓർക്കുക. പിന്നെ ദുർഗാപൂരും ബ്രിട്ടനും ഓർത്ത് വയ്ക്കാനായിട്ട് അതെൻ്റെ ഒരു ക്ലൂ ആണ് കേട്ടോ, നിങ്ങൾ ഒന്നും വിചാരിക്കരുത്. അതായത് ദുർഗാപൂരും ബ്രിട്ടനും, ദുർഗാപൂർ ഡിയിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, ബ്രിട്ടൻ ബിയിലാണല്ലോ. ഈ ബീനെ ഒന്ന് പകുതിയാക്കിയാലേ ഇങ്ങനെ ഒന്ന് മുറിച്ച് കഴിഞ്ഞാൽ 2 ഡി പോലെ ഇരിക്കുമല്ലോ, അത് വെച്ചിട്ടാണ് ഞാൻ ഓർക്കുന്നത് കേട്ടോ. അപ്പോൾ ദുർഗാപൂർ ബ്രിട്ടൻ്റെ സഹായത്തോടെയാണ് സ്ഥാപിക്കപ്പെട്ടത്. ക്യാപിറ്റൽ ബിയും ക്യാപിറ്റൽ ഡിയും, ഈ ബീനെ ഇങ്ങനെ ഒന്ന് നടുക്ക് വെച്ചൊന്ന് മുറിച്ചാൽ അത് ഡി പോലെ ഇരിക്കുമല്ലോ, അതാണ് എൻ്റെ ക്ലൂ. അങ്ങനെ ഒരു ക്ലൂ ഇട്ടായിരുന്നു ഞാൻ ഓർത്തുകൊണ്ടിരുന്നത്. ഓക്കെ. കരിമ്പ് ഉൽപ്പാദനത്തിൽ 1ാം സ്ഥാനത്തുള്ള ഇന്ത്യൻ സംസ്ഥാനം. ഓപ്ഷൻ ബി ഉത്തർപ്രദേശ്. കരിമ്പ് ഉൽപ്പാദനത്തിൽ 1ാം സ്ഥാനത്തുള്ള ഇന്ത്യൻ സംസ്ഥാനം ഉത്തർപ്രദേശ്. കേരളത്തിൽ കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയുള്ള പശ്ചിമതീര കനാൽ ഏത് ദേശീയ ജലപാതയിൽ ഉൾപ്പെടുന്നു? ഓപ്ഷൻ സി ദേശീയ ജലപാത 3. കേരളത്തിൽ കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയുള്ള പശ്ചിമതീര കനാല് ഏത് ദേശീയ ജലപാതയിൽ ഉൾപ്പെടുന്നു? ദേശീയ ജലപാത 3. ഇന്ത്യയുമായി വടക്കു പടിഞ്ഞാറ് അതിർത്തി പങ്കിടുന്ന രാജ്യമേത്? ഓപ്ഷൻ സി അഫ്ഗാനിസ്ഥാൻ. ഇന്ത്യയുമായി വടക്കു പടിഞ്ഞാറ് അതിർത്തി പങ്കിടുന്ന രാജ്യം അഫ്ഗാനിസ്ഥാൻ. നേപ്പാള്, ഭൂട്ടാൻ, ചൈന ഇതൊക്കെ ഇന്ത്യയുടെ വടക്ക് ഭാഗത്താണ് സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. ഇന്ത്യയുടെ വടക്ക് ഭാഗത്താണ് നേപ്പാള്, ഭൂട്ടാന്, ചൈനയൊക്കെ ഉള്ളത്. വടക്ക് പടിഞ്ഞാറ് അതിർത്തി പങ്കിടുന്നത് അഫ്ഗാനിസ്ഥാനാണ്. ഓക്കെ. യങ് ഇന്ത്യ പത്രത്തിൻ്റെ സ്ഥാപകൻ ആര്? ഓപ്ഷൻ എ മഹാത്മാഗാന്ധി. യങ് ഇന്ത്യ പത്രത്തിൻ്റെ സ്ഥാപകൻ മഹാത്മാഗാന്ധി. മഹാത്മാഗാന്ധിയുടെ ഒക്കെ പത്രത്തിൻ്റെ കോഡ് ഷോർട്സിലുണ്ട് കേട്ടോ, അത് നോക്കിയാൽ മതിയേ. പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സിൻ്റെ സവിശേഷത അല്ലാത്തതേത്? ഓപ്ഷൻ സി ശുഷ്കമായിക്കൊണ്ടിരിക്കുന്നു. പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സിൻ്റെ സവിശേഷത അല്ലാത്തത് ശുഷ്കമായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് തീർന്നു പോകത്തില്ല, അത് വീണ്ടും വീണ്ടും ഉൽപ്പാദിപ്പിക്കാൻ പറ്റും. അപ്പോൾ ഈ ശുഷ്കമാകുക എന്ന് പറഞ്ഞാൽ എന്നാ? തീർന്നു പോകുക എന്നർത്ഥം, തീർന്നു പോകത്തില്ല. മനസ്സിലായോ? അതാണ് പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്. എക്സാമ്പിൾ പറയുവാണെങ്കിൽ കാറ്റ്, തിരമാല, സൗരോർജ്ജം ഇതൊക്കെ പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സുകളാണ് കേട്ടോ. ഓക്കെ. പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സിൻ്റെ സവിശേഷതകളാണ് പുനഃസ്ഥാപന ശേഷിയുണ്ട്, ചെലവ് കുറവാണ്, പരിസ്ഥിതി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നില്ല. ഓർത്തു വെച്ചോണേ. പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സിൻ്റെ സവിശേഷതകളാണ് പുനഃസ്ഥാപന ശേഷിയുണ്ട്, അത് പുനഃസ്ഥാപിക്കാൻ പറ്റും, ചെലവ് കുറവാണ്, പരിസ്ഥിതി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നില്ല. ഓക്കെ. ഇന്ത്യൻ ഭരണഘടനയിൽ 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം മൗലികാവകാശമാണ്. ഭരണഘടനയുടെ ഏത് അനുച്ഛേദമാണ് ഈ വിദ്യാഭ്യാസ അവകാശം ഉൾപ്പെടുത്തിയിട്ടുള്ളത്? ഓപ്ഷൻ സി അനുച്ഛേദം 21A. ഇന്ത്യൻ ഭരണഘടനയിൽ 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം മൗലിക അവകാശമാണ്. ഭരണഘടനയുടെ ഏത് അനുച്ഛേദമാണ് ഈ വിദ്യാഭ്യാസ അവകാശം ഉൾപ്പെടുത്തിയിട്ടുള്ളത്? അനുച്ഛേദം 21A. ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക കർത്തവ്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് ഏത് ഭാഗത്താണ്? ഓപ്ഷൻ ബി ഭാഗം 4A. ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക കർത്തവ്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് ഏത് ഭാഗത്താണ്? 4A. മൗലിക അവകാശങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് ഭാഗം 3 നിർദ്ദേശക തത്വങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് ഭാഗം 4 പൗരത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് ഭാഗം 2 അപ്പോൾ അതും കൂടി ഒന്ന് ഓർത്ത് വെച്ചോണം കേട്ടോ. PSC എപ്പോഴും ചോദിക്കുന്നതാണ് മൗലിക അവകാശത്തെ പറ്റി പ്രതിപാദിക്കുന്ന ഭാഗം ഏതാണെന്ന്. ഭാഗം 3 അതുപോലെ പൗരത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭാഗം 2 നിർദ്ദേശക തത്വങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് ഭാഗം 4 ഭാഗം 2 പൗരത്വം,
ഭാഗം 3 മൗലിക അവകാശങ്ങൾ. മൗലിക അവകാശങ്ങൾ. ഭാഗം 4 നിർദ്ദേശക തത്വങ്ങൾ. ഓക്കെ, ഇതെല്ലാം പഠിച്ചു വയ്ക്കുക കേട്ടോ. ഓക്കെ, ദേശീയഗാനമായ ജനഗണമന രചിച്ചത് ആര്? ഓപ്ഷൻ എ രവീന്ദ്രനാഥ ടാഗോർ. ദേശീയഗാനമായ ജനഗണമന രചിച്ചത് രവീന്ദ്രനാഥ ടാഗോർ. ദേശീയ ഗീതമായ വന്ദേമാതരം രചിച്ചതാരാണ്? ബങ്കിം ചന്ദ്ര ചാറ്റർജി. ദേശീയ ഗീതമായ വന്ദേമാതരം രചിച്ചത് ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ്. സാരേ ജഹാം സെ അച്ഛ രചിച്ചത് മുഹമ്മദ് ഇക്ബാലാണ്. സാരേ ജഹാം സെ അച്ഛ രചിച്ചത് മുഹമ്മദ് ഇക്ബാലാണ്. അപ്പോൾ അതും കൂടെ ഓർത്തു വയ്ക്കുക. ദേശീയ ഗീതമായ വന്ദേമാതരം ആദ്യമായി പാടിയത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഏത് സമ്മേളനത്തിൽ ആയിരുന്നു? ഓപ്ഷൻ എ കൽക്കത്ത കോൺഗ്രസ് സമ്മേളനത്തിലായിരുന്നു കേട്ടോ. അതായത് 1896 നടന്ന കൽക്കത്ത കോൺഗ്രസ് സമ്മേളനത്തിലാണ്. ദേശീയ ഗീതമായ വന്ദേമാതരം ആദ്യമായി പാടിയത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഏത് സമ്മേളനത്തിലായിരുന്നു? കൽക്കത്ത കോൺഗ്രസ് സമ്മേളനത്തിൽ. 1896 കൽക്കത്ത കോൺഗ്രസ് സമ്മേളനത്തിൽ. ഓക്കെ, ഇന്ത്യയുടെ ദേശീയ പതാകയുടെ നീളവും വീതിയും തമ്മിലുള്ള അനുപാതം എത്ര? ഓപ്ഷൻ ഡി 3:2. ദേശീയ പതാകയുടെ നീളവും വീതിയും തമ്മിലുള്ള അനുപാതം 3:2. ദേശീയ പതാകയുടെ വീതിയും നീളവും തമ്മിലുള്ള അനുപാതം എത്രയെന്ന് ചോദിച്ചാൽ 2:3 കേട്ടോ. ദേശീയ പതാകയുടെ വീതിയും നീളവും തമ്മിലുള്ള അനുപാതം 2:3. കാരണം അത് ഇങ്ങനെ തിരിച്ചും മറിച്ചും എപ്പോഴും ചോദിക്കാറുണ്ട്. അപ്പോൾ ഇവിടെ എന്താണ്? ദേശീയ പതാകയുടെ നീളവും വീതിയും തമ്മിലുള്ള അനുപാതം അത് 3:2 പിന്നെ നീളമാണ് കൂടുതൽ നോർത്താൽ മതി. അപ്പം എന്താണ്? നീളവും വീതിയും തമ്മിലുള്ള അനുപാതം 3:2. ഓക്കെ, വീതിയും നീളവും തമ്മിലുള്ള അനുപാതം 2:3. ഓക്കെ, അപ്പോൾ തിരിഞ്ഞങ്ങ് വരും. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് ഏത് വർഷത്തിൽ? ഓപ്ഷൻ സി 1993 ഒക്ടോബർ 12. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് എന്നാണ്? 1993 ഒക്ടോബർ 12. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ഇപ്പോഴത്തെ ചെയർമാൻ വി രാമസുബ്രഹ്മണ്യനാണ്. ഓർത്തു വെച്ചോണം, ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ഇപ്പോഴത്തെ ചെയർമാൻ വി രാമസുബ്രഹ്മണ്യനാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യ ചെയർമാൻ രംഗനാഥ മിശ്രയായിരുന്നു. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യ ചെയർമാൻ രംഗനാഥ മിശ്രയായിരുന്നു. ഓക്കെ, ഇന്ത്യയിലെ വിവരാവകാശ നിയമം നിലവിൽ വന്നത് ഏത് വർഷത്തിൽ? ഓപ്ഷൻ ബി 12 ഒക്ടോബർ 2005. ഇന്ത്യയിലെ വിവരാവകാശ നിയമം നിലവിൽ വന്നത് ഏത് വർഷത്തിലാണ്? 12 ഒക്ടോബർ 2005. ഇന്ത്യയുടെ ഇപ്പോഴത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ രാജ്കുമാർ ഗോയലാണ്. ഓർത്തു വെച്ചോണം, ഇന്ത്യയുടെ ഇപ്പോഴത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ രാജ്കുമാർ ഗോയലാണ്. ഇന്ത്യയുടെ ആദ്യത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ വജാഹത്ത് ഹബീബുള്ളയാണ്. അതും കൂടി ഓർത്തു വെച്ചോണം, ഇന്ത്യയുടെ ആദ്യത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ വജാഹത്ത് ഹബീബുള്ള. ഇന്ത്യയുടെ നിലവിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ രാജ്കുമാർ ഗോയൽ. ഓക്കെ, ഇന്ത്യൻ ഭരണഘടനയിൽ ജീവിക്കുന്നതിനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശത്തെപ്പറ്റി പ്രതിപാദിക്കുന്ന അനുച്ഛേദം ഏത്? ഓപ്ഷൻ ഡി അനുച്ഛേദം 21. ഇന്ത്യൻ ഭരണഘടനയിൽ ജീവിക്കുന്നതിനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശത്തെപ്പറ്റി പ്രതിപാദിക്കുന്ന അനുച്ഛേദം ഏതാണ്? അനുച്ഛേദം 21. ദേശീയ മുദ്രയുടെ ചുവട്ടിൽ ആലേഖനം ചെയ്തിരിക്കുന്ന സത്യമേവ ജയതേ എന്ന വാക്യം ഏത് ലിപിയിലാണ് എഴുതിയിരിക്കുന്നത്? ഓപ്ഷൻ എ ദേവനാഗരി. ഇന്ത്യയുടെ ദേശീയ മുദ്രയുടെ ചുവട്ടിൽ ആലേഖനം ചെയ്തിരിക്കുന്ന സത്യമേവ ജയതേ എന്ന വാക്യം ഏത് ലിപിയിലാണ് എഴുതിയിരിക്കുന്നത്? ദേവനാഗരി. താഴെ പറയുന്നവയിൽ ഇന്ത്യയുടെ ദേശീയ മൃഗം ഏതാണ്? ഓപ്ഷൻ ബി കടുവ. ഇന്ത്യയുടെ ദേശീയ മൃഗം കടുവയാണ് കേട്ടോ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടത്തിയ അവസാനത്തെ ബഹുജന സമരം ഏത്? ഓപ്ഷൻ സി ക്വിറ്റ് ഇന്ത്യ സമരം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടത്തിയ അവസാനത്തെ ബഹുജന സമരം ഏത്? ക്വിറ്റ് ഇന്ത്യ സമരം.
ക്വിറ്റ് ഇന്ത്യ സമരം നടന്നത് ഏത് വർഷത്തിലാണ്? 1942. ക്വിറ്റ് ഇന്ത്യ സമരം നടന്നത് 1942 ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ഗോത്ര കലാപങ്ങളിലെ കുർഷ്യ കലാപത്തിന് നേതൃത്വം നൽകിയ വ്യക്തി. ഓപ്ഷൻ എ രാമൻ നമ്പി. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ഗോത്ര കലാപങ്ങളിലെ കുർഷ്യ കലാപത്തിന് നേതൃത്വം നൽകിയ വ്യക്തി രാമൻ നമ്പി. കുർഷ്യ കലാപം നടന്ന വർഷം ഏതാണ്? 1812. കുർഷ്യ കലാപം നടന്ന വർഷം 1812 കേട്ടോ. ദേശീയ കാഴ്ചപ്പാടോടുകൂടി പത്രങ്ങൾക്ക് തുടക്കം കുറിച്ച വ്യക്തി. ഓപ്ഷൻ ഡി രാജാറാം മോഹൻ റോയ്. ദേശീയ കാഴ്ചപ്പാടോടുകൂടി പത്രങ്ങൾക്ക് തുടക്കം കുറിച്ച വ്യക്തി രാജാറാം മോഹൻ റോയ്. 2023 ഇന്ത്യ അധ്യക്ഷ സ്ഥാനം വഹിച്ച G20 2024 അധ്യക്ഷ സ്ഥാനം വഹിക്കാൻ പോകുന്ന രാജ്യമേത്? ഓപ്ഷൻ ബി ബ്രസീൽ. 2023 ഇന്ത്യ അധ്യക്ഷ സ്ഥാനം വഹിച്ച G20 2024 അധ്യക്ഷം വഹിക്കാൻ പോകുന്ന രാജ്യമേതാണ്? ബ്രസീൽ. 2025 G20 അധ്യക്ഷ സ്ഥാനം വഹിച്ച രാജ്യം ദക്ഷിണാഫ്രിക്കയാണ് കേട്ടോ. 2025 സൗത്ത് ആഫ്രിക്കയായിരുന്നു കേട്ടോ. സൗത്ത് ആഫ്രിക്കയായിരുന്നു G20 അധ്യക്ഷ സ്ഥാനം വഹിച്ചത്. ഇനി 2026 G20 അധ്യക്ഷ സ്ഥാനം വഹിക്കാൻ പോകുന്നത് അമേരിക്കയാണ്, USA. ഓക്കെ, അപ്പോൾ അത് പ്രത്യേകം ഓർത്ത് വെക്കുക. 2025 G20 അധ്യക്ഷ സ്ഥാനം വഹിച്ചത് ദക്ഷിണാഫ്രിക്കയാണ്. ദക്ഷിണാഫ്രിക്ക തന്നെ. അപ്പോൾ ദക്ഷിണാഫ്രിക്കയിലെ ജോഹന്നാസ്ബർഗിലായിരുന്നു G20 ഉച്ചകോടി നടന്നത്. G20 ഉച്ചകോടി 2025 നടന്നത് ദക്ഷിണാഫ്രിക്കയിലെ ജോഹന്നാസ്ബർഗിലായിരുന്നു. ഇനി 2026 G20 ഉച്ചകോടി നടക്കാൻ പോകുന്നത് അമേരിക്കയിലെ മിയാമിയിലാണ് കേട്ടോ. അമേരിക്കയിലെ മിയാമി എന്ന് പറയുന്ന സ്ഥലത്താണ് G20 ഉച്ചകോടി 2026 അമേരിക്കയിലെ മിയാമിയിൽ. മിയേനെ ഓർത്താൽ മതി, നടി മിയേനെ ഓർക്കുക. അപ്പം മിയാമി, അമേരിക്കയിലെ മിയാമിയിൽ. മിയ അമേരിക്കയ്ക്ക് പോയെന്നോ എന്തെങ്കിലുമൊക്കെ ക്ലൂ ഇട്ട് അങ്ങോട്ട് ഓർക്കുക കേട്ടോ. ഓക്കെ, ഉച്ചകോടികളൊക്കെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ളതൊക്കെ പ്രത്യേകം ഒന്ന് പഠിച്ചോണം കേട്ടോ. അതൊക്കെ ഉറപ്പായിട്ടും ഷുവർ ഷോട്ട് ക്വസ്റ്റ്യൻസ് തന്നെയാണ്, മിക്കവാറും ചോദിക്കും. ഇതിപ്പോൾ 2024 ചോദിച്ച ചോദ്യമാണ് ഇത്. ഓക്കെ, അന്തർദേശീയ സാഹോദര്യത്തിന് ഊന്നൽ നൽകാൻ ലക്ഷ്യമിട്ട് രവീന്ദ്രനാഥ ടാഗോർ സ്ഥാപിച്ച സർവകലാശാല. ഓപ്ഷൻ എ വിശ്വഭാരതി. അന്തർദേശീയ സാഹോദര്യത്തിന് ഊന്നൽ നൽകാൻ ലക്ഷ്യമിട്ട് ടാഗോർ സ്ഥാപിച്ച സർവകലാശാല വിശ്വഭാരതി. ജാലിയൻവാലാബാഗ് കൂട്ടക്കൊല നടന്ന വർഷം. ഓപ്ഷൻ സി 1919. ജാലിയൻവാലാബാഗ് കൂട്ടക്കൊല നടന്ന വർഷം 1919 ഏപ്രിൽ 13 കേട്ടോ. ഏപ്രിൽ 13. ഈ ഡേറ്റ് സഹിതം എപ്പോഴും ചോദിക്കാറുണ്ട്. കാരണം ചിലപ്പം ചില ക്വസ്റ്റ്യൻ പേപ്പറിലുണ്ടല്ലോ ഈ 1919 ഏപ്രിൽ 13 കാണും, അതുപോലെ 1919 ഏപ്രിൽ 19 കാണും. അപ്പോൾ നമുക്കൊരു കൺഫ്യൂഷൻ വരും, ഏപ്രിൽ 13 ആണോ 19 ആണോ എന്ന്. 13 കേട്ടോ. ജാലിയൻവാലാബാഗ് കൂട്ടക്കൊല നടന്ന വർഷം 1919 ഏപ്രിൽ 13 13 പ്രത്യേകം നോട്ട് ചെയ്തോണേ. അതെപ്പോഴും ബേസിക് കൺഫ്യൂസ്ഡ് ആക്കാൻ വേണ്ടിയിട്ട് ഓപ്ഷൻ ഇട്ട് മാറ്റി ചോദിക്കാറുണ്ട്. ഓക്കെ, 1919 ഏപ്രിൽ 13 ജാലിയൻവാലാബാഗ് കൂട്ടക്കൊല നടന്നത്. ഓക്കെ, ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിൽ ഉണ്ടായ തകർച്ചയെ വെളിപ്പെടുത്തുന്ന ചോർച്ച സിദ്ധാന്തം ആരുടെ സംഭാവനയാണ്? ഓപ്ഷൻ ബി ദാദാഭായി നവറോജി. ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിൽ ഉണ്ടായിരുന്ന തകർച്ചയെ വെളിപ്പെടുത്തുന്ന ചോർച്ച സിദ്ധാന്തം ആരുടെ സംഭാവനയാണ്? ദാദാഭായി നവറോജിയുടെ. സാരെ ജഹാം സെ അച്ഛാ ഹിന്ദുസ്ഥാൻ ഹമാര എന്ന ഗാനത്തിന്റെ രചയിതാവ് ആരാണ്? മുഹമ്മദ് ഇക്ബാൽ ആണ് കേട്ടോ. അല്ലാമ മുഹമ്മദ് ഇക്ബാൽ. സാരെ ജഹാം സെ അച്ഛാ ഹിന്ദുസ്ഥാൻ ഹമാര എന്ന ഗാനത്തിന്റെ രചയിതാവ് അല്ലാമ മുഹമ്മദ് ഇക്ബാൽ.
സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയുടെ സാമ്പത്തികമായ ആധുനികവൽക്കരണത്തിൽ സുപ്രധാന പങ്കുവഹിച്ച ഏറ്റവും വലിയ വിവിധോദ്ദേശ നദീതട പദ്ധതി ഏത്? ഓപ്ഷൻ ബി പക്രാനങ്കൽ. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയുടെ സാമ്പത്തിക ആധുനികവൽക്കരണത്തിൽ സുപ്രധാന പങ്കുവഹിച്ച ഏറ്റവും വലിയ വിവിധോദ്ദേശ നദീതട പദ്ധതി പക്രാനങ്കലാണ്. പക്രാനങ്കൽ നദീതട പദ്ധതി സത്ലജ് നദിക്ക് കുറുകെയാണ് കേട്ടോ. പക്രാനങ്കൽ വിവിധോദ്ദേശ നദീതട പദ്ധതി സ്ഥിതി ചെയ്യുന്നത് സത്ലജ് നദിക്ക് കുറുകെയാണ്. സത്ലജ് അതെപ്പോഴും PSC ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യയിലെ ആദ്യത്തെ വിവിധോദ്ദേശ നദീതട പദ്ധതി ദാമോദർ വാലിയാണ്. അതും കൂടി ഒന്ന് ഓർത്ത് വെച്ചോണം. ഇന്ത്യയിലെ ആദ്യത്തെ വിവിധോദ്ദേശ പദ്ധതി ദാമോദർ വാലിയാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ്? സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയുടെ സാമ്പത്തിക ആധുനികവൽക്കരണത്തിൽ സുപ്രധാന പങ്കുവഹിച്ച ഏറ്റവും വലിയ വിവിധോദ്ദേശ നദീതട പദ്ധതി അത് പക്രാനങ്കലാണ്. ഓക്കെ, ഏതൊരു ഇന്ത്യക്കാരനെയും വാറണ്ടില്ലാതെ അറസ്റ്റ് ചെയ്യാമെന്ന ബ്രിട്ടീഷ് കരുനിയമത്തിൻ്റെ പേരെന്ത്? ഓപ്ഷൻ എ റൗലറ്റ് ആക്ട്. ഏതൊരു ഇന്ത്യക്കാരനെയും വാറണ്ടില്ലാതെ അറസ്റ്റ് ചെയ്യാമെന്ന ബ്രിട്ടീഷ് കരുനിയമത്തിൻ്റെ പേരെന്താണ്? റൗലറ്റ് ആക്ട്. റൗലറ്റ് ആക്ട് പുറപ്പെടുവിച്ചത് 1919 കേട്ടോ. 1919. കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ ആനമുടി ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഓപ്ഷൻ സി ഇടുക്കി. കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ ആനമുടി ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഇടുക്കി ജില്ലയിൽ. രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യത്തെ മലയാളിയായ വനിതാ കായിക താരം? ഓപ്ഷൻ ബി PT ഉഷ. രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യത്തെ മലയാളിയായ വനിതാ കായിക താരം PT ഉഷ. കൊച്ചി മെട്രോ നിലവിൽ വന്ന വർഷമേത്? ഓപ്ഷൻ എ 2017. കൊച്ചി മെട്രോ നിലവിൽ വന്ന വർഷമേതാണ്? 2017. കേരളത്തിലെ നദികളിൽ കിഴക്കോട്ടൊഴുകുന്ന നദി ഏത്? ഓപ്ഷൻ ബി പാമ്പാർ. കേരളത്തിലെ നദികളിൽ കിഴക്കോട്ടൊഴുകുന്ന നദി ഏതാണ്? പാമ്പാർ. കേരളത്തിൽ ആകെ 44 നദികളാണ് ഉള്ളത്. ഇതിൽ 3 കിഴക്കോട്ടൊഴുകുന്നു, 41 പടിഞ്ഞാറോട്ടൊഴുകുന്നു. കിഴക്കോട്ടൊഴുകുന്ന 3 നദികളാണ് കബനി, ഭവാനി, പാമ്പാർ. ഓർത്തു വെച്ചോണേ, കിഴക്കോട്ടൊഴുകുന്ന 3 നദികൾ കബനി, ഭവാനി, പാമ്പാർ. ഓക്കെ. പൊന്നാനി തുറമുഖം ഏത് നദിയുടെ അഴിമുഖത്ത് സ്ഥിതി ചെയ്യുന്ന മത്സ്യബന്ധന തുറമുഖമാണ്? ഓപ്ഷൻ സി ഭാരതപ്പുഴ. പൊന്നാനി തുറമുഖം ഏത് നദിയുടെ അഴിമുഖത്ത് സ്ഥിതി ചെയ്യുന്ന മത്സ്യബന്ധന തുറമുഖമാണ്? ഭാരതപ്പുഴയുടെ. 2022 മികച്ച പിന്നണി ഗായികയ്ക്കുള്ള ദേശീയ പുരസ്കാരം നേടിയ കേരളീയ വനിത? ഓപ്ഷൻ ബി നഞ്ചിയമ്മ. 2022 മികച്ച പിന്നണി ഗായികയ്ക്കുള്ള ദേശീയ പുരസ്കാരം നേടിയ കേരളീയ വനിത നഞ്ചിയമ്മ. കേരളത്തിലെ ആധുനിക വ്യവസായങ്ങളുടെ വളർച്ചയെ ത്വരിതപ്പെടുത്തിയ പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ്? ഓപ്ഷൻ ഡി ഇടുക്കി. കേരളത്തിലെ ആധുനിക വ്യവസായങ്ങളുടെ വളർച്ചയെ ത്വരിതപ്പെടുത്തിയ പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ്? ഇടുക്കി ജില്ലയിൽ. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതിയാണ് കേട്ടോ ഇത്. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി പള്ളിവാസലാണ്. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതിയാണ് പള്ളിവാസൽ. ഇടുക്കി ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വരയാടുകളെ സംരക്ഷിക്കുന്ന കേരളത്തിലെ ദേശീയ ഉദ്യാനം ഏത്? ഓപ്ഷൻ ഡി ഇരവികുളം. വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വരയാടുകളെ സംരക്ഷിക്കുന്ന കേരളത്തിലെ ദേശീയ ഉദ്യാനം ഏതാണ്? ഇരവികുളം. കേരളത്തിലെ ഏറ്റവും വലിയ കായൽ? ഓപ്ഷൻ എ വേമ്പനാട്ട് കായൽ. കേരളത്തിലെ ഏറ്റവും വലിയ കായൽ വേമ്പനാട്ട് കായലാണ്. വേമ്പനാട്ട് കായൽ വ്യാപിച്ചു കിടക്കുന്ന ജില്ലകൾ കോട്ടയം, എറണാകുളം, ആലപ്പുഴയാണ്. ഓർത്തു വെച്ചോണം, വേമ്പനാട്ട് കായൽ വ്യാപിച്ചു കിടക്കുന്നത് 3 ജില്ലകളിലാണ്: കോട്ടയം, എറണാകുളം, ആലപ്പുഴ. അതുപോലെ കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല കായലാണ് ശാസ്താംകോട്ട കായൽ കേട്ടോ. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല കായൽ, അതായത് ശുദ്ധജല തടാകം ശാസ്താംകോട്ടയാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം അല്ലെങ്കിൽ ശുദ്ധജല കായൽ ശാസ്താംകോട്ട കായലാണ്. അതും കൂടി ഓർത്തു വയ്ക്കുക. കേരളത്തിൻ്റെ സ്വപ്ന പദ്ധതിയായ വിഴിഞ്ഞം തുറമുഖം ഏത് താലൂക്കിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഓപ്ഷൻ ബി നെയ്യാറ്റിൻകര. കേരളത്തിൻ്റെ സ്വപ്ന പദ്ധതിയായ വിഴിഞ്ഞം തുറമുഖം ഏത് താലൂക്കിലാണ് സ്ഥിതി ചെയ്യുന്നത്? നെയ്യാറ്റിൻകര താലൂക്കിൽ. സാധുജന പരിപാലന സംഘം രൂപീകരിച്ചത്? ഓപ്ഷൻ ഡി അയ്യങ്കാളി. സാധുജന പരിപാലന സംഘം രൂപീകരിച്ചത്
അയ്യങ്കാളിയാണ് 1907. 1888 ശ്രീനാരായണ ഗുരു ശിവപ്രതിഷ്ഠ നടത്തിയ സ്ഥലം ഏത്? ഓപ്ഷൻ ബി അരുവിപ്പുറം. 1888 ശ്രീനാരായണ ഗുരു ശിവപ്രതിഷ്ഠ നടത്തിയ സ്ഥലം അരുവിപ്പുറമാണ്. കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യത്തെ സംഘടിത കലാപം? ഓപ്ഷൻ സി ആറ്റിങ്ങൽ കലാപം. കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യത്തെ സംഘടിത കലാപം ആറ്റിങ്ങൽ കലാപം. ആറ്റിങ്ങൽ കലാപം നടന്ന വർഷം ഏതാണ്? 1721. ഓർത്തു വെച്ചോണം കേട്ടോ. ആറ്റിങ്ങൽ കലാപം നടന്ന വർഷം 1721. വൈക്കം സത്യാഗ്രഹം നടന്ന വർഷമേത്? ഓപ്ഷൻ എ 1924. വൈക്കം സത്യാഗ്രഹം നടന്ന വർഷം 1924. വൈക്കം സത്യാഗ്രഹം നടന്ന ജില്ല കോട്ടയമാണ് കേട്ടോ. ഓർത്തു വയ്ക്കുക, വൈക്കം സത്യാഗ്രഹം നടന്ന ജില്ല കോട്ടയം. ധീവര സമുദായത്തിന്റെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി പണ്ഡിറ്റ് കറുപ്പൻ നേതൃത്വം നൽകി സ്ഥാപിച്ച പ്രസ്ഥാനം? ഓപ്ഷൻ സി ആര്യ സമാജം. ധീവര സമുദായത്തിന്റെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി പണ്ഡിറ്റ് കറുപ്പൻ നേതൃത്വം നൽകിയ സ്ഥാപിച്ച പ്രസ്ഥാനം ആര്യ സമാജം. ആര്യ സമാജം സ്ഥാപിച്ചത് പണ്ഡിറ്റ് കറുപ്പനാണ്. കേരളത്തിൽ ബ്രിട്ടീഷുകാർ നിർമ്മിച്ച ആദ്യത്തെ റെയിൽപാത ഏത്? ഓപ്ഷൻ ബി ബേപ്പൂർ മുതൽ തിരൂർ വരെ. കേരളത്തിൽ ബ്രിട്ടീഷുകാർ നിർമ്മിച്ച ആദ്യത്തെ റെയിൽപാത ഏതാണ്? ബേപ്പൂർ മുതൽ തിരൂർ വരെ. 1861 കേട്ടോ. കേരളത്തിലെ ആദ്യത്തെ റെയിൽപാത നിർമ്മിച്ചത് 1861. പയ്യന്നൂർ ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ വ്യക്തി ആര്? ഓപ്ഷൻ ഡി കെ കേളപ്പൻ. പയ്യന്നൂർ ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ വ്യക്തി കെ കേളപ്പനാണ്. കേരളത്തിൽ ആദ്യമായി രൂപം കൊണ്ട സ്വകാര്യ ബാങ്ക്? ഓപ്ഷൻ എ നെടുങ്ങാടി ബാങ്ക്. കേരളത്തിൽ ആദ്യമായി രൂപം കൊണ്ട സ്വകാര്യ ബാങ്ക് നെടുങ്ങാടി ബാങ്ക്. 2024 നടക്കുന്ന ഒളിമ്പിക്സിന് വേദിയാകുന്ന നഗരം? ഓപ്ഷൻ എ പാരീസ്. 2024 നടക്കുന്ന ഒളിമ്പിക്സിന് വേദിയാകുന്ന നഗരം പാരീസ്. ഈ 2028 ഒളിമ്പിക്സിന് വേദിയാകുന്നത് ലോസ് ആഞ്ചലീസ് ആണ് കേട്ടോ. ഓർത്തു വെച്ചോണേ, 2028 ഒളിമ്പിക്സിന് വേദി ലോസ് ആഞ്ചലീസ് ആണ്. ഓക്കെ. പ്രശസ്ത നാടകമായ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന കൃതിയുടെ കർത്താവ് ആര്? ഓപ്ഷൻ ഡി വി ടി ഭട്ടതിരിപ്പാട്. പ്രശസ്ത നാടകമായ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന കൃതിയുടെ കർത്താവാരാണ്? വി ടി ഭട്ടതിരിപ്പാട്. അടുത്ത ചോദ്യം ഫൈനൽ ആൻസർ കീയിൽ ഡിലീറ്റഡ് ആണ്. 61ാമത്തെ ചോദ്യം ഫൈനൽ ആൻസർ കീയിൽ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ. താഴെ തന്നിരിക്കുന്ന ജീവകങ്ങളെ സംബന്ധിച്ച പ്രസ്താവനകളിൽ തെറ്റായ പ്രസ്താവനകൾ ഏത്? ഓപ്ഷൻ ബി 4 മാത്രം. അപ്പോൾ തെറ്റായ പ്രസ്താവന: മോണ, ത്വക്ക്, പല്ല്, രക്തകോശങ്ങൾ എന്നിവയുടെ ആരോഗ്യത്തിന് സഹായിക്കുന്ന ജീവകമാണ് ജീവകം ബി. മോണ, ത്വക്ക്, പല്ല്, രക്തകോശങ്ങൾ എന്നിവയുടെ ആരോഗ്യത്തിന് സഹായിക്കുന്ന ജീവകം സി ആണ് കേട്ടോ. ജീവകം ബി അല്ല, സി ആണ്. ഓർത്ത് വെച്ചോണം കേട്ടോ. ബി അല്ല, സി ആണ്. ജീവകം സി ആണ്. അപ്പോൾ നോക്കിക്കേ, താഴെ തന്നിരിക്കുന്ന ജീവകങ്ങളെ സംബന്ധിച്ച പ്രസ്താവനകളിൽ തെറ്റായ പ്രസ്താവന ഏതാണ്? മോണ, ത്വക്ക്, പല്ല്, രക്തകോശങ്ങൾ എന്നിവയുടെ ആരോഗ്യത്തിന് സഹായിക്കുന്ന ജീവകമാണ് ജീവകം ബി. ജീവകം ബി അല്ല, ജീവകം സി ആണ് മോണ, ത്വക്ക്, പല്ല്, രക്തകോശങ്ങൾ എന്നിവയുടെ ആരോഗ്യത്തിന് സഹായിക്കുന്ന ജീവകം. ഓക്കെ. താഴെ തന്നിരിക്കുന്ന ജീവകങ്ങളെ സംബന്ധിച്ചുള്ള പ്രസ്താവനകളിൽ ശരിയായവയാണ്. ഓർത്തു വെച്ചോണം 1, 2, 3. അപ്പം ശരിയായ പ്രസ്താവനകൾ: കണ്ണ്, ത്വക്ക്, മുടി എന്നിവയുടെ ആരോഗ്യത്തിന് സഹായിക്കുന്ന ജീവകമാണ് ജീവകം എ. നാഡികളുടെയും ചുവന്ന രക്താണുക്കളുടെയും ആരോഗ്യത്തിന് സഹായിക്കുന്ന ജീവകമാണ് ജീവകം ഇ. മുറിവുണ്ടാകുമ്പോൾ രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന ജീവകമാണ് ജീവകം കെ. അപ്പോൾ ഒന്നുകൂടി പറയാം, താഴെ തന്നിരിക്കുന്ന ജീവകങ്ങളെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായ പ്രസ്താവനകൾ: കണ്ണ്, ത്വക്ക്, മുടി എന്നിവയുടെ ആരോഗ്യത്തിന് സഹായിക്കുന്ന ജീവകമാണ് ജീവകം എ. നാഡികളുടെയും ചുവന്ന രക്താണുക്കളുടെയും ആരോഗ്യത്തിന് സഹായിക്കുന്ന ജീവകമാണ് ജീവകം ഇ. മുറിവുണ്ടാകുമ്പോൾ രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന ജീവകമാണ് ജീവകം കെ. ഒരു ബാക്ടീരിയൽ പകർച്ചവ്യാധിയായ കുഷ്ഠം ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരുന്നത് ഏത് രീതിയിലാണ്? ഓപ്ഷൻ ബി സമ്പർക്കം മുഖേന. ഒരു ബാക്ടീരിയൽ പകർച്ചവ്യാധിയായ കുഷ്ഠം ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരുന്നത് ഏത് രീതിയിലാണ്? സമ്പർക്കം മുഖേന. കേരളത്തിലെ അവിവാഹിതരായ മാതാക്കളെ സഹായിക്കുന്നതിനും സംരക്ഷിക്കുന്നതിനും വേണ്ടി കേരള സർക്കാർ കൊണ്ടുവന്ന പദ്ധതി?
ഓപ്ഷൻ എ സ്നേഹസ്പർശം. കേരളത്തിലെ അവിവാഹിതരായ മാതാക്കളെ സഹായിക്കുന്നതിനും സംരക്ഷിക്കുന്നതിനും വേണ്ടി കേരള സർക്കാർ കൊണ്ടുവന്ന പദ്ധതി സ്നേഹസ്പർശം. രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കുന്ന പ്രവർത്തനമാണ് ഫാഗോസൈറ്റോസിസ്. ഈ പ്രവർത്തനം നടത്തുന്ന മനുഷ്യരക്തത്തിലെ ശ്വേതരക്താണുക്കൾ ഏതെല്ലാം? ഓപ്ഷൻ ഡി മോണോസൈറ്റും ന്യൂട്രോഫിലും. ഓർത്തു വെക്കുക, എന്താണ് രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കുന്ന പ്രവർത്തനം? അതൊന്ന് ഓർത്തു വെച്ചോണേ, ഫാഗോസൈറ്റോസിസ്. രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കുന്ന പ്രവർത്തനമാണ് ഫാഗോസൈറ്റോസിസ്. ഈ പ്രവർത്തനം നടത്തുന്ന മനുഷ്യരക്തത്തിലെ ശ്വേതരക്താണുക്കൾ ഏതെല്ലാമാണ്? മോണോസൈറ്റും ന്യൂട്രോഫിലും. പയർ ചെടിയുടെ സങ്കര ഇനം ഏതാണ്? ഓപ്ഷൻ ബി ഭാഗ്യലക്ഷ്മി. പയർ ചെടിയുടെ സങ്കര ഇനം ഏതാണ്? ഭാഗ്യലക്ഷ്മി. വനവിഭവം അല്ലാത്തത് ഏതാണ്? ഓപ്ഷൻ ഡി മണ്ണെണ്ണ. വനവിഭവം അല്ലാത്തത് മണ്ണെണ്ണയാണ് കേട്ടോ. വനവിഭവങ്ങളാണ് പശ, കോലരക്ക്, തേനൊക്കെ. അതും കൂടെ ഓർത്ത് വയ്ക്കുക. വനവിഭവങ്ങൾ പശ, കോലരക്ക്, തേന്. അമ്ലമഴയ്ക്ക് കാരണമായ വാതകം? ഓപ്ഷൻ എ സൾഫർ ഡയോക്സൈഡ്. അമ്ലമഴയ്ക്ക് കാരണമായ വാതകം സൾഫർ ഡയോക്സൈഡ്. 69ാമത്തെ ചോദ്യം ഡിലീറ്റഡ് ആണ്. ശുദ്ധജലത്തിന്റെ pH മൂല്യം? ഓപ്ഷൻ എ 7. ശുദ്ധജലത്തിന്റെ pH മൂല്യം 7 ആണ് കേട്ടോ. ആറ്റത്തിന്റെ സൗരയൂഥ മാതൃക ആരുടെ സംഭാവനയാണ്? ഓപ്ഷൻ സി റൂദർഫോർഡ്. ആറ്റത്തിന്റെ സൗരയൂഥ മാതൃക ആരുടെ സംഭാവനയാണ്? റൂദർഫോർഡിന്റെ. കലാമിൻ ഏത് ലോഹത്തിന്റെ അയിരാണ്? ഓപ്ഷൻ ഡി സിങ്ക്. കലാമിൻ ഏത് ലോഹത്തിന്റെ അയിരാണ്? സിങ്ക്. ഉത്കൃഷ്ടവാതകങ്ങൾ ആധുനിക പീരിയോഡിക് ടേബിളിൽ ഏത് ഗ്രൂപ്പിൽ ഉൾപ്പെടുന്നു? ഓപ്ഷൻ എ 18. ഉത്കൃഷ്ടവാതകങ്ങൾ ആധുനിക പീരിയോഡിക് ടേബിളിൽ ഏത് ഗ്രൂപ്പിൽ ഉൾപ്പെടുന്നു? 18ാം ഗ്രൂപ്പിൽ. താഴെ കൊടുത്തിട്ടുള്ളതിൽ ഓക്സിജന്റെ ഉപയോഗങ്ങളിൽ പെടാത്തത്? ഓപ്ഷൻ ഡി ബ്ലീച്ചിങ് പൗഡർ നിർമ്മാണത്തിന്. താഴെ കൊടുത്തിട്ടുള്ളതിൽ ഓക്സിജന്റെ ഉപയോഗങ്ങളിൽ പെടാത്തത് ബ്ലീച്ചിങ് പൗഡർ നിർമ്മാണത്തിന്. ബ്ലീച്ചിങ് പൗഡർ നിർമ്മാണത്തിന് ക്ലോറിൻ വാതകമാണ് ഉപയോഗിക്കുന്നത്. അതൊന്ന് ഓർത്ത് വെച്ചോളൂ. ബ്ലീച്ചിങ് പൗഡറിന്റെ നിർമ്മാണത്തിന് ക്ലോറിൻ വാതകമാണ് ഉപയോഗിക്കുന്നത്. ഓക്സിജന്റെ ഉപയോഗങ്ങളിൽ പെടുന്നവയാണ് ജ്വലനത്തിന്, റോക്കറ്റ് ഇന്ധനങ്ങളിൽ ഓക്സികാരിയായി, കൃത്രിമ ശ്വസനത്തിന്. അതും കൂടി ഓർത്തു വയ്ക്കുക. ഓക്സിജന്റെ ഉപയോഗങ്ങളിൽ പെടുന്നവ ജ്വലനത്തിന്, റോക്കറ്റ് ഇന്ധനങ്ങളിൽ ഓക്സികാരിയായി, കൃത്രിമ ശ്വസനത്തിന്. ഭക്ഷ്യവസ്തുക്കൾക്ക് ചുവപ്പ് നിറം നൽകാൻ ഉപയോഗിക്കുന്ന കൃത്രിമ രാസവസ്തു? ഓപ്ഷൻ ബി കാർമോയിസിൻ. ഭക്ഷ്യവസ്തുക്കൾക്ക് ചുവപ്പ് നിറം നൽകാൻ ഉപയോഗിക്കുന്ന കൃത്രിമ രാസവസ്തു കാർമോയിസിനാണ് കേട്ടോ. മഞ്ഞ നിറം നൽകാനാണ് ടാർട്രസിന് ഉപയോഗിക്കുന്നത്. അതുപോലെ നീല നിറം നൽകാനായിട്ട് ഇൻഡിഗോ കാർമൈനാണ് ഉപയോഗിക്കുന്നത്. പച്ച നിറം നൽകാൻ ഫാസ്റ്റ് ഗ്രീന്. അപ്പോൾ അതും കൂടി ഓർത്ത് വെക്കുക. മഞ്ഞ നിറം നൽകാൻ ടാർട്രസിന്, നീല നിറം നൽകാനായിട്ട് ഇൻഡിഗോ കാർമൈന്, പച്ച നിറം നൽകാൻ ഫാസ്റ്റ് ഗ്രീന്. അപ്പോൾ ഇവിടെ എന്താണ്? ഭക്ഷ്യവസ്തുക്കൾക്ക് ചുവപ്പ് നിറം നൽകാൻ കാർമോയിസിൻ. ഓക്കെ. ഒരു വസ്തുവിൻ്റെ സ്വന്തം അക്ഷത്തെ അടിസ്ഥാനമാക്കിയുള്ള ചലനം ഏതാണ്? ഓപ്ഷൻ ബി ഭ്രമണ ചലനം. ഒരു വസ്തുവിൻ്റെ സ്വന്തം അക്ഷത്തെ അടിസ്ഥാനമാക്കിയുള്ള ചലനം ഭ്രമണ ചലനം. ബഹിരാകാശ യാത്ര നടത്തിയ ആദ്യത്തെ ഇന്ത്യക്കാരൻ ആര്? ഓപ്ഷൻ എ രാകേഷ് ശർമ്മ. ബഹിരാകാശ യാത്ര നടത്തിയ ആദ്യത്തെ ഇന്ത്യക്കാരൻ രാകേഷ് ശർമ്മ. പ്രകാശം ഒരു മാധ്യമത്തിൽ നിന്ന് സാന്ദ്രതാ വ്യത്യാസമുള്ള മറ്റൊരു മാധ്യമത്തിലേക്ക് കടക്കുമ്പോൾ അതിൻ്റെ പാതയ്ക്കുണ്ടാകുന്ന വ്യതിയാനമാണ്? ഓപ്ഷൻ ഡി അപവർത്തനം. പ്രകാശം ഒരു മാധ്യമത്തിൽ നിന്ന് സാന്ദ്രതാ വ്യത്യാസമുള്ള മറ്റൊരു മാധ്യമത്തിലേക്ക് കടക്കുമ്പോൾ അതിൻ്റെ പാതയ്ക്കുണ്ടാകുന്ന വ്യതിയാനമാണ് അപവർത്തനം. ചുവടെ നൽകിയിരിക്കുന്നവയിൽ താപപ്രേഷണ രീതിയിൽ ഉൾപ്പെടാത്തത് ഏത്? ഓപ്ഷൻ സി ബാഷ്പീകരണം. ചുവടെ നൽകിയിരിക്കുന്നവയിൽ താപപ്രേഷണ രീതിയിൽ ഉൾപ്പെടാത്തത് ബാഷ്പീകരണമാണ്. ചുവടെ നൽകിയിരിക്കുന്നവയിൽ താപപ്രേഷണ രീതിയിൽ ഉൾപ്പെടുന്നവയാണ് ചാലനം, സംവഹനം, വികിരണം. ചുവടെ നൽകിയിരിക്കുന്നവയിൽ താപപ്രേഷണ രീതിയിൽ ഉൾപ്പെടുന്നവ ചാലനം, സംവഹനം, വികിരണം. പാരമ്പര്യേതര ഊർജ സ്രോതസ്സിന് ഉദാഹരണം ഏത്? ഓപ്ഷൻ എ 1 and 2. കാറ്റ്, തിരമാല. പാരമ്പര്യേതര ഊർജ സ്രോതസ്സിന് ഉദാഹരണം ഏതാണ്? കാറ്റ്, തിരമാല. നമ്മൾ മുമ്പ് പഠിച്ചതാണ്. പാരമ്പര്യേതര ഊർജ സ്രോതസ് എന്ന് വെച്ചാൽ പുനഃസ്ഥാപിക്കാൻ കഴിയുന്നവയാണ്. പുനഃസ്ഥാപിക്കാൻ കഴിയുന്നവ, അതായത് അത് തീർന്നൊന്നും പോകത്തില്ല. നമുക്ക് തീർന്നു പോയാലും വീണ്ടും വീണ്ടും
ഉൽപ്പാദിപ്പിക്കാൻ കഴിയും. അതാണ് പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്. അപ്പോൾ അതിന് ഉദാഹരണം എന്താണ്? കാറ്റ്, തിരമാല, അതൊക്കെ എപ്പോഴും ഉണ്ടല്ലോ. ഓക്കെ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ വീഡിയോയുടെ താഴെ കാണുന്ന ഹൈപ്പ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്, അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താല്പര്യമുള്ളവർ സ്റ്റഡി മീൻ PSയുടെ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക. ടെലഗ്രാം ചാനലിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നോട്ട്സ് ഒക്കെ അവൈലബിൾ ആണ്. പിന്നെ വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻ്റ് എക്സാമിന് വേണ്ടിയിട്ട് സ്റ്റഡി മീൻ PSC ഒരു കോഴ്സ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്. 600 രൂപയാണ് ഫീസ്. ഓഗസ്റ്റ് 1 മുതൽ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യണമെന്നാണ് വിചാരിക്കുന്നത്. അപ്പം താല്പര്യമുള്ളവർ ടെലഗ്രാം ചാനലിലൂടെ എനിക്കൊരു പേഴ്സണൽ മെസ്സേജ് അയക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.